പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ജീസസ് ക്രൈസ്റ്റ് ന്യൂ ടെസ്റ്റമെൻറ്റ് സാൽവേഷൻ ഡോക്ട്രിൻ, യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സാപ്പ് ഗ്രൂപ്പിലും JCNDSDയുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലും ഒപ്പം JCNDSD യൂട്യൂബ് ചാനലിലുമായി മാറ്റമില്ലാത്ത അപ്പസ്തോലിക ഉപദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഉള്ള ഞങ്ങളുടെ സ്നേഹവന്ദനം ഈ രാത്രിയിൽ അറിയിക്കുകയാണ്. നിത്യജീവ മൊഴികൾ എന്നുള്ള പ്രസംഗത്തിൻ്റെ പരമ്പരയിൽ പതിവുപോലെ ഈ വെള്ളിയാഴ്ച രാത്രിയിൽ ജീവനുള്ള ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ അടുക്കൽ വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരവസരം കൂടി എനിക്ക് തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒപ്പം ഇങ്ങനെയൊരു വേദി ഒരുക്കി തന്ന ഈ ഗ്രൂപ്പിൻ്റെയൊക്കെയും അഡ്മിന്മാരായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദൈവദാസന്മാർക്ക് ഞാൻ എൻ്റെ സ്നേഹവും ആദരവും അർപ്പിക്കാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ എൻ്റെ പ്രസംഗത്തിൻ്റെ വിഷയം രക്ഷിതാവായ യഹോവയുടെ നാമം എന്താണ്, എന്തിനാണ് ആ നാമം ഏറ്റവും മേലായ നാമമെന്ന് പറയുന്നത് എന്നുള്ളതാണ്. നാം ജീവിക്കുന്ന ഇന്നത്തെ തലമുറയിൽ ലോകത്ത് ആസകലമുള്ള ക്രിസ്ത്യാനികൾ ദൈവം 3 വ്യക്തിത്വങ്ങൾ ഉള്ള ഒരു ഏകദൈവം എന്നാണ് പഠിപ്പിക്കുന്നത്. അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്ന പദം തൃത്വം എന്നോ ത്രിയേക ദൈവം എന്നോ ഉള്ളതാണ്. എന്നാൽ അടിസ്ഥാനപരമായി തൃത്വമെന്നോ ത്രിയേക ദൈവമെന്നോ ഒരു പദമോ ആ പദത്തിൽ അവർ ഉന്നയിക്കുന്ന 3 വ്യക്തികൾ അടങ്ങിയ ഒരു ദൈവമാണ് ക്രിസ്ത്യാനികളുടെയോ അല്ലെങ്കിൽ യഹൂദൻ്റെയോ ദൈവമെന്നോ ബൈബിളിൽ പ്രസ്താവിക്കുന്നതായ ഒരു വചനം പോലും ഇല്ല. സാഹചര്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് കാണുന്ന ഏതാനും സംഭവങ്ങളുടെയും ഏതാനും പേരുകളുടെയും അടിസ്ഥാനത്തിൽ നൈസിയൻ പിതാക്കന്മാർ 325 ആവിർഭവിച്ച് ഉണ്ടാക്കിയെടുത്തതാണ് ഈ തൃത്വവും ത്രിയേക ദൈവവും. അതിനു മുമ്പുള്ള ക്രിസ്ത്യാനികൾ ആരും തന്നെ ദൈവം 3 ആണെന്നോ 3 ദൈവങ്ങൾ ഉള്ള ഒരു ദൈവമാണെന്നോ 3 ദൈവങ്ങൾ അടങ്ങിയ ഒരു ദൈവമാണെന്നോ എന്ന് പറഞ്ഞാൽ 4 ദൈവം എന്നൊരു ഡോക്ട്രിൻ എവിടെയും സ്ഥാപിച്ച് കണ്ടിട്ടുള്ളതായി വേദപുസ്തകത്തിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വേദപുസ്തകം പുതിയ നിയമ പുസ്തകങ്ങൾ എഴുതിയ മത്തായിയുടെ സുവിശേഷം എഴുതിയ മത്തായി മുതൽ മർക്കോസ്, യാക്കോബ്, യോഹന്നാൻ, അപ്പസ്തോല പ്രവൃത്തി എഴുതിയ ലൂക്കോസ് തുടങ്ങി റോമ മുതലുള്ള ലേഖനങ്ങളിൽ പത്രോസും പൗലോസും ഒപ്പം യോഹന്നാനും യാക്കോബും എഴുതപ്പെട്ടതായി നാം കാണുന്ന വെളിപ്പാട് പുസ്തകം വരെയുള്ള പുസ്തകങ്ങളിൽ ഒന്നും തന്നെ ദൈവം ത്രിയേകനാണ് അല്ലെ തൃത്വമാണ് എന്ന് തെളിയിക്കുന്ന ഒരു വാക്യം പോലും ഇല്ലാതിരിക്കെ ഇന്ന് ഉള്ള മുഖ്യധാരാ സഭകളിൽ ലോകത്ത് ആസകലം വ്യാപിച്ചു കിടക്കുന്ന കത്തോലിക്ക സഭ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് ഇന്നത്തെ ഈ ബാബിലോണിയൻ തൃത്വം എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. പഴയ നിയമത്തിൽ നാം കാണുന്ന യഹോവ ഉൽപ്പത്തി 1:1 ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ദൈവങ്ങൾ എന്നൊരു പദം ഉപയോഗിച്ചിട്ടില്ല. സൃഷ്ടിച്ചത് ഒരു ദൈവമാണ്. ആ സൃഷ്ടിച്ച ദൈവം ഏകനാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി യെശയ്യാ 43:10-11 പറയുകയാണ്. എനിക്ക് മുമ്പോ എനിക്ക് ശേഷമോ ഒരു ദൈവമുണ്ടോ, ഞാനല്ലാതെ മറ്റൊരുത്തിനുമില്ല, ഞാൻ മാത്രം യഹോവയാകുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് പറയുവാനുള്ളത്, പഴയ നിയമത്തിൽ പഠിപ്പിക്കപ്പെടുന്ന, പഴയ നിയമത്തിൽ നാം വായിക്കുന്ന, പഴയ നിയമത്തിൽ പ്രവാചക ഗ്രന്ഥങ്ങളിലും മോശയുടെ ന്യായപ്രമാണത്തിലും സങ്കീർത്തന പുസ്തകങ്ങളിലും എല്ലാ ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തപ്പെട്ടതായി നാം വായിക്കുന്ന യഹോവ തന്നെയാണ് പുതിയ നിയമത്തിലെ യേശു ക്രിസ്തു എന്ന് പറയുന്നു. അപ്പോൾ അതിന് ഉപോത്ബലകമായി ഈ രക്ഷിതാവായ യഹോവ ആരാണ്, ഈ രക്ഷിതാവായി വരുന്ന യഹോവയുടെ നാമം എന്താണ് എന്നുള്ളതാണ് ഇന്ന് ഞാൻ ചിന്തിക്കാൻ പോകുന്ന കാര്യം. അതിന് ക്രിസ്തീയ ജീവിതത്തിൽ ആ നാമത്തിൻ്റെ പ്രസക്തി എന്താണ്, എന്തിനാണ് നാം ആ നാമം സ്വീകരിക്കുന്നത്,
എന്തിനാണ് നാം ആ നാമത്തെ വിശ്വസിക്കുന്നത് എന്നുള്ളതെല്ലാമാണ് ഇന്നത്തെ പ്രസംഗ വിഷയത്തിൻ്റെ കാതൽ. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെയത്രേ നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും. അവൻ തന്നെ യഹോവ, അവനെയത്രേ നാം കാത്തിരുന്നത്, അവൻ്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം എന്ന് അവർ പറയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു സമയം പഴയ നിയമത്തിൽ ഗ്രന്ഥകാരനായ യെശയ്യാവ് ദൈവത്തിൻ്റെ ആത്മാവിൽ പറയുകയാണ്, ഒരു സമയം വരുന്നു, ആ സമയത്ത് അന്ന് പറയും, അവനാണ് ഇതാ നമ്മുടെ ദൈവം, അവനെയത്രേ നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും. എന്നാൽ നമ്മൾ പഴയ നിയമത്തിൽ കാണപ്പെടുന്ന യഹോവ, ഉൽപ്പത്തി മുതൽ മലാക്കി 4-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം അവസാനിക്കുന്ന പഴയ നിയമ പുസ്തകത്തിൽ എവിടെയും പഴയ നിയമത്തിലെ യഹോവ രക്ഷകനായി ഇറങ്ങി വന്നതായി വെളിപ്പെട്ട് കാണുന്നില്ല. എവിടെയെല്ലാം ദൈവം രക്ഷണീയ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടോ, എവിടെയെല്ലാം ദൈവം ഒരു രക്ഷണീയ പ്രവർത്തിക്ക് വേണ്ടി ജഡത്തിൽ പ്രത്യക്ഷനായിട്ടുണ്ടോ, അവിടെയെല്ലാം നാം വായിക്കുന്നത് യഹോവ പ്രത്യക്ഷമായി എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. അത് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യെശയ്യാവ് കണ്ട ദൈവത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ മറ്റൊരു പ്രസംഗ വിഷയത്തിലേക്ക് പോകുമ്പോൾ ആ വിഷയം കൈകാര്യം ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ദൈവം രക്ഷകനായി വെളിപ്പെടുമ്പോൾ സ്വീകരിക്കുന്ന നാമമാണ് യേശുവ, അല്ലെങ്കിൽ യേശു എന്ന് മലയാളത്തിൽ നാം പറയുന്നതെന്ന് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ സ്വർഗത്തിൽ നിന്ന് ഗബ്രിയേൽ ദൂതൻ മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിന് പ്രത്യക്ഷമായിട്ട് പറയുന്നത്, ജോസഫെ, നിന്റെ ഭാര്യയായ മറിയത്തെ ഉപേക്ഷിക്കരുത്, അല്ലെങ്കിൽ അവളെ പരിഗ്രഹിക്കാൻ നീ സംശയിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. അതുകൊണ്ട് അവൻ ഒരു പുത്രനെ അവൾ പ്രസവിക്കും, നീ അവന് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. പ്രൈസ് ദി ലോർഡ്. അപ്പം മത്തായി ചാപ്റ്റർ 1-21 ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ തൻ്റെ ജനത്തെ, ദൈവം തൻ്റെ ജനത്തെ ജനത്തിൻ്റെ പാപങ്ങളിൽ നിന്ന് മോചിക്കാൻ ഇരിക്കുന്നത് കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. അപ്പം യേശു എന്ന് പേരിടണമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, മലയാളത്തിൽ യേശു എന്നോ ഇംഗ്ലീഷിൽ ജീസസ് എന്നോ അല്ലെങ്കിൽ ഗ്രീക്കിൽ ഈസോസ് എന്നോ ഉള്ള ഒരു പേരിനെ കുറിച്ചല്ല അവിടെ പറയുന്നത്. അവിടെ എബ്രായ ഭാഷക്കാരനായ ജോസഫിനോട് ദൂതൻ പറയുന്നത് അവന് യശുവ എന്ന് പേരിടണം. എന്ന് വെച്ചാൽ യഹോവ രക്ഷിക്കുന്നു. യാ ഷുവ എന്ന 2 പദങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് യേശുവിൻ്റെ പേര്, യശുവ എന്നുള്ള പേര്. യാ ഷുവ എന്ന് പറഞ്ഞാൽ യാഹ് രക്ഷിക്കുന്നു, യാഹ് എന്ന് വെച്ചാൽ യഹോവ, ഷുവ എന്ന് വെച്ചാൽ രക്ഷിക്കുന്നു. അപ്പോൾ യാവേ സേവ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് യേശുവിന് നൽകപ്പെട്ടത്. അതുമായി നമ്മൾ ബന്ധപ്പെട്ട് യെശയ്യാവ് 25-9 പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെത്രയും നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും. അവൻ തന്നെ യഹോവ, അവനെ എത്രയും നാം കാത്തിരുന്നത്, അവൻ്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം എന്ന് പറയും. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുവ മിശിഹ ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യൻ്റെ പാപങ്ങളെ പോക്കി രക്ഷിക്കുവാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ ഇതേ കാര്യം മറിയത്തിൻ്റെ അടുക്കൽ ദൂതൻ വന്നിട്ട് പറയുന്നത്, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, അത് അവന് ജനിക്കാനിരിക്കുന്ന പ്രജ വിശുദ്ധ പ്രജ എന്ന് വിളിക്കപ്പെടും, നീ അവന് യേശു എന്ന് പേരിടണം എന്ന് മറിയത്തോടും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവമാണ് രക്ഷിതാവായി വെളിപ്പെടുന്ന യേശു ക്രിസ്തുവിന് ഈ നാമം, യഹോവ രക്ഷിക്കുന്നു എന്നുള്ള നാമം നൽകുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈ നാമത്തിന് എന്താണ് മനുഷ്യനുമായിട്ടുള്ള ബന്ധം, എന്തിനാണ് ദൈവം ഈ നാമം സ്വീകരിച്ചത് എന്ന് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 10-ാം അധ്യായം 43-ാമത്തെ വാക്യം നമുക്ക് ഇതിനോട് ചേർത്ത് ഒന്ന് വായിക്കാം. 10:43. 10:43 പശ്ചാത്തലം കൂടി നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്.
അവിടെ 10:43 പശ്ചാത്തലത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ആ വചനം വായിക്കാം. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ പത്രോസ് ജാതീയനായ ശതാധിപൻ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് ദൈവിക സാക്ഷ്യം കണ്ടതിന് ശേഷം അവിടെ നിന്ന് അയക്കപ്പെട്ട ആളുകളുടെ ഒപ്പം കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പോവുകയാണ്. അവിടെ കൊർന്നേലിയോസിന് ദൈവം പ്രത്യക്ഷമായി യോപ്പായിലേക്ക് ആളയച്ച് പത്രോസിനെ വരുത്തുക എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പത്രോസിനെ വരുത്തി പത്രോസിന് പറയാനുള്ളത് കേൾക്കുവാൻ വേണ്ടി ജാതീയ ശതാധിപനായ കൊർന്നേലിയോസിന് ദൈവിക ദർശനമുണ്ടായിട്ട് താൻ 2 ദൂതന്മാരെ യോപ്പയിലേക്ക് ആളയച്ച് പൗലോസിനെ അവിടെ വരുത്തിയിരിക്കുക. അങ്ങനെ പൗലോസ് അവിടെ വന്നപ്പോൾ പത്രോസ് അവിടെ വന്നപ്പോൾ പത്രോസ് അവിടെ വന്നപ്പോഴേക്കും അവിടെ കൂടിയിരുന്നവരുടെ മേൽ പത്രോസിന്റെ പ്രസംഗത്തോടുകൂടി അതിന്റെ ഭാഗമായി അവിടെ കൂടിയിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ പത്രോസ് അവരോട് പറയുന്നത് ഇങ്ങനെയാണ്: നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവർക്ക് സ്നാനത്തിന്റെ വെള്ളം വിളക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പത്രോസ് അവരോട് പറയുന്ന ഭാഗമാണ്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും, അതായത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മൾ പഴയ നിയമത്തിൽ എവിടെയും യേശുക്രിസ്തുവിന്റെ നാമം എവിടെയും രേഖപ്പെടുത്തപ്പെട്ടതായി നമ്മൾ കാണുന്നില്ല. കന്യ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേരിടണമെന്ന് നമ്മൾ യെശയ്യാ 7:14 വായിക്കുന്നുണ്ട്. അതുപോലെ മിക്ക 5:2 നീയോ എഫ്രൈം ബേത്ലഹേം എഫ്രാത്ത യഹൂദാ സഹസ്രങ്ങളിൽ നീ ഏറ്റവും ചെറുതായിരുന്നാലും നിന്നെ ഭരിക്കാനുള്ളവൻ നിന്നിൽ നിന്ന് ഉദയം ചെയ്യും, അവൻ പണ്ടേയുള്ളവനും പുരാതനനും തന്നെ എന്ന് അവനൊരു ജനനത്തെക്കുറിച്ചുള്ള പ്രവചനം അവിടെ ഉണ്ടെങ്കിലും അവിടെ ഒരു പേർ കൊടുക്കപ്പെട്ടതായി കാണുന്നില്ല. എന്നാൽ രക്ഷിക്കുന്നവനും സൃഷ്ടിക്കുന്നവനും വീണ്ടെടുക്കുന്നവനും ദൈവമായതുകൊണ്ട്, സൃഷ്ടിക്കുന്നത് യഹോവയാണ്, വീണ്ടെടുക്കുന്നത് യേശുവയാണ്, പരിപാലിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ യഹോശുവ ഹമ്മഷിയ എന്ന് പറഞ്ഞാൽ യഹോവ രക്ഷിക്കുന്ന, യഹോവയായ കർത്താവ് രക്ഷിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ ദൈവത്തിന്റെ ദൂതൻ അറിയിക്കുന്നത്, ദാവീദിന്റെ പട്ടണത്തിൽ കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ കർത്താവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ യഹോവ, ക്രിസ്തു എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ്, എന്ന രക്ഷിതാവ് എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു, അപ്പോൾ അല്ലെങ്കിൽ യേശുവാണ് രക്ഷിതാവായി വെളിപ്പെടുന്നത്. അപ്പോൾ അവിടെ പിതാവും പരിശുദ്ധാത്മാവും പുത്രനിൽ സമ്മേളിക്കുന്നതാണ് നമ്മൾ അവിടെ കാണുന്നത്. യേശു തന്നെയും ഫിലിപ്പോസിനോട് പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ നീ എങ്ങനെയാണ് പിതാവിനെ കാണിച്ചു തരണമെന്ന് ആവശ്യപ്പെടുന്നത്? ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് യേശു പറഞ്ഞു. അപ്പോൾ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ജനത്തെ വീണ്ടെടുക്കേണ്ടതിന് വീണ്ടെടുപ്പിന്റെ മറുവിലയായ മരണം വരിക്കേണ്ടതിന് സ്വീകരിച്ച ജഡത്തിൽ ആ ആത്മാവായ ദൈവം വസിച്ചു. ആ ജഡം അരളിയ ഉയരത്തിൽ നിന്ന് ദൈവം അതിനകത്ത് സൃഷ്ടിക്കപ്പെട്ട ജഡമായിരുന്നു. ആ ജഡത്തിൽ വസിച്ചിരുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു എന്ന് യേശു പറഞ്ഞത്. അപ്പോൾ ആത്മാവായ ദൈവം, യേശു പറഞ്ഞു പിതാവ് ആത്മാവാണ്, യോഹന്നാൻ 4:24. അപ്പോൾ ആ ആത്മാവായ ദൈവം വീണ്ടെടുപ്പിന് വേണ്ടി ഒരു ശരീരം സൃഷ്ടിക്കുകയും വചനത്താൽ സൃഷ്ടിക്കുകയും ആ ആത്മാവായ ദൈവത്തിൻ്റെ വചനം ഒരു ജഡമായി തീർന്നപ്പോൾ ആ ജഡത്തിൽ വസിച്ചത് അതേ ദൈവം തന്നെയാണ്. ആ ജഡമാണ് അവൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ ഹോമിച്ചത്. അങ്ങനെ ജഡത്തിലുള്ള തൻ്റെ ജഡത്തിലെ ഉള്ള വാസത്തിൽ തൻ്റെ ജഡത്തെ ഈ പാപത്തിൻ്റെ പരിഹാരമായി നൽകുക നിമിത്തം ജഡത്തിൽ ജീവിക്കുന്ന നമുക്കേവർക്കും അവൻ്റെ മരണം മൂലം പാപമോചനം ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ടാണ് അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നത് എന്ന് പറഞ്ഞു. നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ 10-ാമത്തെ അധ്യായം 44 മുതലുള്ള വാക്യങ്ങൾ, 24-ാമത്തെ അധ്യായം 44 മുതൽ നാം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും
സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവർത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. മോശയുടെ ന്യായപ്രമാണത്തിലോ സങ്കീർത്തന പുസ്തകത്തിലോ പ്രവാചക ഗ്രന്ഥങ്ങളിലോ എവിടെയെങ്കിലും യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിട്ടുള്ളതായി ഒരു വാക്യം പോലും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അവിടെയെല്ലാം രക്ഷിക്കുന്ന യഹോവയെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. മലാക്കിയുടെ അവസാനത്തെ അധ്യായത്തിൽ വരെയും രക്ഷിക്കുന്ന ഒരു യഹോവയെക്കുറിച്ചാണ് പറയുന്നത്. യെശയ്യാ 40-ലും മലാക്കി 3-ലും സ്പഷ്ടമായി പറയുന്നു, യഹോവയുടെ വരവിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെ പറയപ്പെട്ട കോണ്ടെക്സ്റ്റിലുള്ള വരവ് സംഭവിക്കുമ്പോൾ നാം കാണുന്നത് മത്തായി സുവിശേഷം 3-ലും ലൂക്കോസിന്റെ 3-ലും യഹോവയായി പ്രത്യക്ഷതയെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് യോഹന്നാൻ യഹോവ വരുന്നു, അവനൊരു വഴി നിരപ്പാക്കണം എന്ന് പറഞ്ഞ് പ്രസംഗിക്കുകയും ശേഷം തൊട്ട് പിന്നാലെ വരുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്ന് വെച്ചാൽ അവിടുത്തെ കോണ്ടെക്സ്റ്റിലുള്ള കാര്യങ്ങളെ നിവർത്തിച്ചുകൊണ്ട് യേശു ക്രിസ്തുവാണ് രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ യഹോവ രക്ഷിതായി വരുമെന്നുള്ള തിരുവെഴുത്തുകളെ സംബന്ധിച്ച് നമ്മൾ നിറവേറ്റപ്പെട്ട് കാണുമ്പോൾ യേശു തന്നെ സ്വയം അവകാശപ്പെടുകയാണ്, ഞാൻ നിങ്ങളോട് കൂടി ഇരുന്നപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് പറഞ്ഞ വാക്കിതാണ്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളും സങ്കീർത്തനത്തിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കും. എന്ന് വെച്ചാൽ പഴയ നിയമത്തിൽ രക്ഷിക്കുന്നവനും വീണ്ടെടുക്കുന്നവനുമായി എഴുതപ്പെട്ടിരിക്കുന്ന യഹോവ എന്ന് പറയപ്പെട്ടതൊക്കെയും എന്നെക്കുറിച്ചാണ്. അവിടെ പ്രസ്താവിച്ചിട്ടുള്ള യെശയ്യാ 53-ലെ സഹനദാസൻ ഞാനാണ്. അവിടെ യഹോവയുടെ ഭുജത്തെക്കുറിച്ച് പറയുമ്പോൾ, യഹോവയുടെ പ്രവൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെയെല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. അവിടെയെല്ലാം ഇമ്മാനുവേലിനെ കുറിച്ച് പറയുമ്പോൾ ദൈവം ഇമ്മാനുവേലാകുന്ന ദൈവം, നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം എന്ന് പറയുമ്പോൾ അത് യേശുവായി വെളിപ്പെട്ട് വരുന്നു. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം എന്നെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറയുന്നു. അതുകൊണ്ട് ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുസലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. അപ്പോൾ യെരുസലേം മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കേണ്ടതെന്ന് യേശു സ്വർഗത്തിലേക്ക് കയറി പോകുന്നതിന് മുമ്പ് ക്ഷണം നേരം മുമ്പ് അപ്പോസ്തലന്മാരെ അറിയിച്ചു. എന്നാൽ കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെയുള്ള എല്ലാ മതസമൂഹങ്ങളും പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അന്ത്യകൽപ്പന എന്ന പേരിൽ മത്തായിയുടെ സുവിശേഷം 28-19 പറയുന്നത് പ്രകാരം, ആകയാൽ നിങ്ങളെ പുറപ്പെട്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ശിഷ്യരാക്കി അവർക്ക് സ്നാനം കഴിപ്പിക്കണം എന്ന് എഴുതിയിരിക്കുന്നതായി അവർ വായിച്ചുകൊണ്ട് അതിന് അവർ പറയുന്ന ഒരു കാര്യം കർത്താവിൻ്റെ അന്ത്യകൽപ്പനയാണ്, അതാണ് നാം അനുസരിക്കേണ്ടത് എന്ന് പറയാൻ വേണ്ടിയാണ് അവർ ഈ കാര്യം പറയുന്നത്. എന്നാൽ കത്തോലിക്ക സഭ മുതൽ ഇന്ന് വരെ ഇങ്ങോട്ടുള്ള എല്ലാ സഭകളും, പെന്തക്കോസ്റ്റൽ സഭകളടക്കം, തളിക്കൽ സ്നാനമായാലും മുഴുകൽ സ്നാനമായാലും അവർ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. ആ വാക്യത്തിൽ ഇങ്ങനെയാണ്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും, ഞാനിവിടെ ഒന്ന് നിർത്തുകയാണ്, നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. അവിടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആ വചനം ഉരുവിട്ട് ജനത്തെ വെള്ളത്തിലേക്ക് മുക്കുവാനല്ല പറഞ്ഞിരിക്കുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കാനാണ്. എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ മക്കളുള്ള എല്ലാ പുരുഷന്മാരും പിതാവാണ്. അവരാകട്ടെ മറ്റൊരു പിതാവിൻ്റെ പുത്രനാണ്. അവര് തൻ്റെ ഭാര്യയുടെ ഭർത്താവാണ്, മക്കളുടെ അപ്പനാണ്. അതുപോലെ തന്നെ താൻ എന്തെങ്കിലും പദവികൾ വഹിക്കുന്നുണ്ടെങ്കിൽ ആ പദവി, ഒരു കളക്ടറാണെങ്കിൽ കളക്ടറാണ്, ഒരു പ്രിൻസിപ്പളാണ്, ഒരു അധ്യാപകനാണ്, ഒരു അധ്യാപകനാണ്, ഒരു രാഷ്ട്രീയക്കാരനാണ്, ഒരു രാഷ്ട്രീയക്കാരനാണ്, ഒരു കൗൺസിലറാണ്, ഒരു കൗൺസിലറാണ്. ഇങ്ങനെയുള്ള പദവികളെല്ലാം ഉള്ളപ്പോഴും ഈ പിതാവായും ഭർത്താവായും അതുപോലെ തന്നിലുള്ള ആത്മാവായും പുത്രനായും വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനിൽ അവനെ സമൂഹം അറിയുന്ന, അല്ലെങ്കിൽ അവൻ്റെ പേരെന്തെന്ന് ചോദിച്ചാൽ വെളിപ്പെടുന്ന ഒരു പേരുണ്ട്. ആ പേര് മരണത്തോടുകൂടി അവനെ വിട്ടുപോകും. പിന്നെ ആ പേര് വേറെയും അതുപോലെ ജഡം വേറെയുമായി തീരും. പിന്നെ ജഡമാണ് സംസ്കരിക്കാൻ കൊണ്ടുപോകുന്നത്. ശവസംസ്കാരം എപ്പോഴെന്നാണ് നാം ചോദിക്കുന്നത്. അപ്പോൾ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണെങ്കിൽ പിതാവ് എന്നുള്ളൊരു നാമമല്ല, പുത്രൻ എന്നുള്ളൊരു നാമമല്ല, ആത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവായാലും അതൊരു നാമമല്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒരു നാമമുണ്ട്. ആ നാമത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുന്ന നാമം യേശുവിൻ്റെ നാമം എന്ന് പറയുന്നു. അപ്പോസ്തലർ പ്രവൃത്തി 4:12 പത്രോസ് പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല,
നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഇതൊക്കെ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷവും സ്നാനമോ തിരുവത്താഴമോ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ, വിവാഹമോ വരുമ്പോൾ അവിടെ എല്ലാം ഈ നാമത്തെ അവർ നിഷേധിച്ചു കളയുകയും ഈ നാമം വിശ്വസിക്കുകയും ഈ നാമത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരെ, തെറ്റായി പഠിപ്പിക്കുന്നവരെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാമത്തെ ദിവസത്തിൽ 24/7 ദുഷിക്കുകയും ചെയ്യുന്നവരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ആകാശത്തിന് കീഴെ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല, ഇത് സകല നാമത്തിൻ്റെയും മേലായ നാമമാണ്. കൊളോസ്യ ലേഖനം 3-ാം 17 അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, വാക്കിനാലോ ക്രിയയാലോ നിങ്ങൾ എന്ത് ചെയ്താലും സകലതും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യണം എന്ന്. ഈ പത്രോസ് അടക്കമുള്ള ഈ 12 ശിഷ്യന്മാർ ദൈവത്തിന്റെ വചനം, കർത്താവിന്റെ കൽപ്പന മത്തായി സുവിശേഷം 28:19 കേട്ടു. എന്നാൽ കേട്ട ഉടനെ അവർ സ്നാനം കഴിപ്പിക്കുകയല്ല ചെയ്തത്. അവരോട് കർത്താവ് തുടർന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിലാണ് കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാം, നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണമെന്ന് പറയുന്നുണ്ട്. അവസാനം അത് പ്രവർത്തികളുടെ പുസ്തകം 1:8 നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ അവർ കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ തുടർന്നുള്ള 10 ദിവസം കർത്താവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുകയും വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചപ്പോൾ പത്രോസിനോടൊപ്പം ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്ന് കേട്ട ശേഷം ഇത് എഴുതിയ, ഈ പുസ്തകം എഴുതിയ മത്തായി അടക്കമുള്ളവർ അവിടെ സന്നിഹിതരായിരുന്നു. എന്നാൽ അവരാരും പത്രോസ് അപ്പോസ്തലപ്രവൃത്തി 2:38 അവിടെ പാപബോധം വന്ന, അനുതാപം വന്ന, കുറ്റബോധത്താൽ അടിപതറി നിന്നിരുന്ന, അന്ന് യെരുസലേമിൽ പെന്തക്കോസ്ത പെരുന്നാൾ ആഘോഷത്തിന് വന്ന യഹൂദന്മാർ ഈ പത്രോസ് പ്രസ്താവിച്ചു കേട്ട യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ചും പിതാക്കന്മാരായ അബ്രഹാം തുടങ്ങി യേശുക്രിസ്തു വരെയുള്ള ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ ചരിത്രത്തെക്കുറിച്ച് പ്രസ്താവിച്ചു കേട്ടപ്പോൾ തങ്ങൾ ക്രൂശി തറച്ചു വന്നത് തങ്ങളുടെ മെസ്സിഹായാണ്, തങ്ങൾക്ക് വേണ്ടി രക്ഷിതാവായി വരുമെന്ന് വെളിപ്പെട്ട യഹോവയുടെ രക്ഷണീയ പ്രവൃത്തിയെയാണ്, രക്ഷണീയ ദൗത്യം എടുത്തു വന്ന ജഡത്തിൽ വെളിപ്പെട്ട ദൈവത്തെയാണ് എന്നറിഞ്ഞ് ഹൃദയത്തിൽ കുത്തുകൊണ്ടവർ ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്നാണ്. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇവിടെയും യേശു പറഞ്ഞ തൻ്റെ സ്വർഗാരോഹണത്തിന് അല്പം മുമ്പ് മാത്രം പ്രസ്താവിച്ചതായി ലൂക്കോസിന്റെ സുവിശേഷം 24:47 പറയുന്ന അവന്റെ നാമത്തിൽ മാനസാന്തരവും യെരുസലേമിൽ പാപമോചനം യെരുസലേമിൽ തുടങ്ങി സകല ജാതികളും പ്രസംഗിക്കുകയും വേണം എന്ന് എഴുതിയിരിക്കുന്ന കൽപ്പനയെ അവർ മാനിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടെ വെളിപ്പെട്ട് കിട്ടിയ പത്രോസ് ഈ കാര്യത്തെ പ്രസ്താവിക്കുമ്പോൾ ഈ ശേഷം മത്തായിയുടെ സുവിശേഷം എഴുതിയ മത്തായിയോ ആരും ഇതിനെതിരെ തടസ്സം നിന്നില്ല. മറിച്ച് അന്ന് കൂടിയ 3000-ഓളം ആളുകളെ അവരെല്ലാവരും ചേർന്നാണ് സ്നാനപ്പെടുത്തിയെന്ന് വേണം നമ്മൾ വിചാരിക്കേണ്ടത്. അല്ലെങ്കിൽ 3000 ആളുകളെ ഒരുമിച്ച് പത്രോസ് മാത്രം സ്നാനം കഴിപ്പിക്കുമെന്ന് തോന്നില്ല. കാരണം പത്രോസ് അടക്കം കൂടി വന്ന അപ്പോസ്തലന്മാരും അന്ന് അവിടെ കാത്തിരുന്ന 120 പേർ ഉൾപ്പെട്ട സംഘം മുഴുവനും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതുകൊണ്ട് അവർക്ക് ദൈവത്തിന്റെ ഈ വൻ കാര്യങ്ങളെ സംബന്ധിച്ച് ആശങ്കയോ ഇന്നുള്ള പെന്തക്കോസ്തുകാർക്കുള്ള അതുപോലെ വചനത്തെ കോട്ടിമാട്ടി പഠിപ്പിക്കുകയും ഈ അപ്പോസ്തലന്മാർ തെറ്റ് ചെയ്തെന്ന് പഠിപ്പിച്ചുകൊണ്ട് യേശു കൽപ്പിച്ചതിന് വിരുദ്ധമായി അവർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലന്മാരാൽ എഴുതപ്പെട്ട പുതിയ നിയമഗ്രന്ഥങ്ങൾ മത്തായി മുതൽ വെളിപ്പാട് പുസ്തകം വരെ കയ്യിലെടുത്തുകൊണ്ട് ഉപജീവന മാർഗത്തിന് വേണ്ടി വയറിന്റെ ശുശ്രൂഷ ചെയ്യാമെങ്കിൽ സ്നാനം, കർത്താവിൻ്റെ നാമത്തിലുള്ള വിവാഹം ഇതൊക്കെയും ചെയ്യുമ്പോൾ ഇതിനെ നിഷേധിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ഉപദേഷ്ടാക്കന്മാർ കള്ളന്മാരാണ് എന്ന് മാത്രമേ പെന്തക്കോസ്റ്റൽ ബ്രദറൻ ബാപ്റ്റിസ്റ്റ് വിശ്വാസികളായ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. കേവലം തിരുവെഴുത്തിൽ വ്യക്തമായി വെളിപ്പെടുത്തപ്പെട്ട സ്നാനങ്ങൾ 4 എണ്ണമാണ് യേശുക്രിസ്തുവിന്റെ നാമം ഉപയോഗിച്ച് നമ്മൾ കാണുന്നത്. ശേഷമുള്ള സ്നാനങ്ങൾ ലുദിയായുടെയും കാരാഗ്രഹ പ്രമാണിയുടെയും ഷണ്ടന്റെയും ഒക്കെ സ്നാനങ്ങൾ നടത്തിയത് ഈ അപ്പോസ്തലന്മാർ തന്നെയാണ്. അപ്പൊ ശമരിയയിൽ ഫിലിപ്പോസ് സ്നാനം കഴിപ്പിക്കുന്ന ശമരിയക്കാരെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപ്പോസ്തലപ്രവൃത്തി 8:16 10:48 കൊർന്നേലിയോസിന്റെ ഭവനക്കാരായ ജാതികൾ അവിടെ കൂടി നിന്ന് ജാതികളെയൊക്കെയും പത്രോസ് സ്നാനം കഴിപ്പിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. എഫേസൂസിൽ യോഹന്നാന്റെ സ്നാനം മാത്രം സ്വീകരിച്ചിരുന്ന എഫേസൂസിലെ യോഹന്നാന്റെ ശിഷ്യന്മാരെ പൗലോസ് സ്നാനം കഴിപ്പിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. അങ്ങനെയെങ്കിൽ ബൈബിളിൽ നാമം പറയാത്ത സ്നാനങ്ങളും കഴിപ്പിച്ചത് ഈ ശിഷ്യന്മാരായപ്പോൾ
അവർ നിശ്ചയമായും മറ്റൊരു നാമം, മറ്റൊരു പദവി അവിടെ ഉപയോഗിച്ചിട്ടുണ്ടാകത്തില്ല, ഉണ്ടാകാൻ വഴിയില്ല. അങ്ങനെ അവർ രണ്ട് വിധത്തിൽ ചെയ്യുന്ന, രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടുന്നവരല്ല. അങ്ങനെയെങ്കിൽ ആ അപ്പസ്തോലന്മാർ എഴുതിയ പുസ്തകം കൈവശം വെച്ചുകൊണ്ട് ആ അപ്പസ്തോലന്മാർ എഴുതിയതും പ്രമാണിച്ചതുമായ കാര്യങ്ങളെ നിഷേധിച്ചിട്ട് അപ്പസ്തോലന്മാരോട് മാത്രം കൽപ്പിച്ചിട്ട് പ്രമാണിക്കാൻ കൽപ്പിച്ചു കൊടുത്തതും ശേഷം അപ്പസ്തോലന്മാർ ചെയ്തു തരുന്ന മാതൃക അനുഷ്ഠിക്കാൻ വേണ്ടി ദൈവസഭയ്ക്ക് നൽകിയതും, അങ്ങനെ അതിൻ്റെ ഭാഗമായി അപ്പസ്തോലന്മാർ സ്നാനം കഴിപ്പിച്ചവരെ അവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ആഡ് ചെയ്ത് ചേർത്തുകൊണ്ടിരുന്നതും, അവരാൽ നടന്ന അടയാളങ്ങളാൽ ദൈവം വചനത്തെ ഉറപ്പിക്കുകയും ചെയ്തപ്പോൾ അപ്പസ്തോലന്മാർ തെറ്റ് ചെയ്തെങ്കിൽ എന്തുകൊണ്ട് മർക്കോസ് 14:20 പറയുന്ന പ്രകാരം അപ്പസ്തോലന്മാരുടെ അവർ നടന്ന അടയാളങ്ങളാൽ ദൈവം എന്തിനു വചനത്തെ ഉറപ്പിക്കണം? അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നിങ്ങൾ വ്യാജന്മാരാണ്, കള്ളന്മാരാണ്, ദൈവവചനത്തെ കോട്ടിമാട്ടി മറിക്കുന്നവരാണ്. അത് മാത്രമല്ല, പൗലോസിന്റെ കൺവേർഷന്റെ ഭാഗമായി അനനിയാസിന്റെ ഭവനത്തിന്റെ അടുക്കൽ ദൈവം പൗലോസിനെ അയക്കുമ്പോൾ അനനിയാസ് പൗലോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 22:16 പറയുകയാണ്, ഇനി താമസിക്കുന്ന എന്തിന്? അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക. അപ്പോൾ പാപങ്ങളുടെ മോചനം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണുള്ളത്. യഹോവ എന്ന നാമത്തിലല്ല പാപമോചനമുള്ളത്. പിതാവെന്ന സ്ഥാനനാമത്തിലുമല്ല, പുത്രനെന്ന സ്ഥാനനാമത്തിലുമല്ല, പരിശുദ്ധാത്മാവെന്ന സ്നാനനാമത്തിലും പാപങ്ങളുടെ മോചനമില്ല. പാപങ്ങളുടെ മോചനത്തിന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രം സ്നാനപ്പെട്ടെങ്കിൽ മാത്രമേ പാപമോചനമുള്ളൂ. അതുകൊണ്ട് ഇതും ശരിയാണ് അതും ശരിയാണെന്നുള്ള വാദക്കാർക്ക് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ദൈവിക വഴികൾ രണ്ടില്ല. സ്വർഗരാജ്യത്തിലേക്ക് പോകുവാൻ നൽകപ്പെട്ട മാർഗം അപ്പോസ്തലന്മാർക്കാണ്. അതുകൊണ്ട് അപ്പോസ്തലന്മാരോട് കർത്താവ് പറഞ്ഞു, പത്രോസിനോട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. അവർ കെട്ടിയത് നിങ്ങൾക്ക് അഴിക്കുവാനോ അവർ അഴിച്ചത് നിങ്ങൾക്ക് കെട്ടുവാനോ യാതൊരു അവകാശവുമില്ല. അവർ എന്ത് ചെയ്തുവോ അത് തന്നെയാണ് നിങ്ങൾ പ്രമാണിക്കേണ്ടതെന്ന് 2 തെസ്സലോനിക്കർ 2:15 അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയിൽ എഴുതിയതായി ഇപ്രകാരം നാം വായിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ അറിയിച്ചെന്ന സകല പ്രമാണങ്ങളെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് പറയുന്നു. 14 നാം അവൻ്റെ മഹത്വം പ്രാപിക്കാനല്ലോ ഞങ്ങളുടെ സുവിശേഷ ഘോഷണ പ്രകാരം നിങ്ങളെ രക്ഷയിലേക്ക് വിളിച്ചതെന്ന്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുവാൻ അപ്പോസ്തലന്മാരുടെ സുവിശേഷ പ്രകാരം രക്ഷയിലേക്ക് വിളിച്ചിട്ടുള്ള ഓരോരുത്തരും അപ്പോസ്തലന്മാർ ഉപദേശിച്ചെന്ന പ്രമാണങ്ങളെ മുറുകെ പിടിക്കണമെന്ന് അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. എന്നാൽ AD 252 മാത്രം തുടങ്ങിയ ഈ സ്ഥാനനാമങ്ങളിലെ സ്നാനമല്ല ശരി. 1-ാം നൂറ്റാണ്ടിൽ യെരൂശലേമിൽ അപ്പോസ്തലന്മാരാൽ നടത്തപ്പെട്ട സ്നാനമാണ് ശരി. പിന്നീട് അത്തനേഷ്യസ് തുടങ്ങിയ കത്തോലിക്ക പിതാക്കന്മാരാണ് ഈ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്തെ പിതാപുത്ര പരിശുദ്ധാത്മാവെന്ന ത്രിയേക ദൈവത്തിന്റെ നാമത്തിലേക്കും ടൈറ്റിൽ സ്നാനത്തിലേക്കും മാറ്റിയതെന്ന് ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയയുടെ പല വേർഷനുകളിലും, ഹാസ്റ്റിംഗ് എൻസൈക്ലോപീഡിയയിലും, കത്തോലിക്കരുടെ കാത്തലിക് എൻസൈക്ലോപീഡിയ അടക്കം ഏതാണ്ട് 24ഓളം സർവ്വവിജ്ഞാന കോശങ്ങളിൽ, ചരിത്ര പുസ്തകങ്ങളിൽ, ചരിത്ര താളുകളിൽ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയും മത്തായി 28:19 മാത്രം പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നിൽക്കുകയും ചെയ്യുന്ന നിങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നിങ്ങൾക്ക് ആത്മാവിൻ്റെ വെളിപ്പാട് ലഭിച്ചിട്ടില്ല. വെളിപ്പാട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ കാര്യം മറന്നു പോകുകയില്ല. ആ കാര്യം എന്തെന്നാൽ മത്തായിയുടെ സുവിശേഷം മാത്രമല്ല, എല്ലാ സുവിശേഷങ്ങളും എല്ലാ ലേഖനങ്ങളും എഴുതപ്പെടുന്നത് ഏതാണ്ട് AD 50-നും 70-നും ഇടയ്ക്കാണ്. ചില പുസ്തകങ്ങൾ AD 95 എഴുതപ്പെട്ടു, അവസാനത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. അപ്പോൾ മിക്കവാറും പുസ്തകങ്ങൾ എഴുതപ്പെട്ടതെല്ലാം 65-70 കാലഘട്ടങ്ങളിലാണ്. മത്തായി സുവിശേഷത്തിൻ്റെ ഗ്രന്ഥകാരൻ്റെ വ്യക്തമായ ചരിത്രരേഖകൾ പറയുന്നു AD 65-നും 70-നും ഇടയിലാണ് മത്തായിയുടെ സുവിശേഷം എഴുതി പൂർത്തിയാക്കിയതെന്ന്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തോടുകൂടി AD 30കളിൽ തന്നെ യെരൂശലേമിൽ സ്നാനം തുടങ്ങി. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്നവരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, എഴുത്തല്ല ആദ്യമുണ്ടായത്, സ്നാനമാണ്. ആദ്യം സ്നാനം ചരിത്രമായി മാറിയതിനു ശേഷമാണ് പിന്നീട് വന്ന പുസ്തകത്തിൽ മത്തായി 28:19 കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയാത്ത ഒരു ചരിത്ര സത്യമാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തെയും ആ നാമത്തിലുള്ള രക്ഷയെയും നിഷേധിക്കുവാൻ നിങ്ങളെ ഇത്തരത്തിൽ ഈ ദുർമാർഗത്തിലേക്ക് നയിക്കുന്നത്
ഹല്ലേലൂയ, ബുദ്ധിമാന്മാരിൽ വ്യാപരിക്കുന്ന ലോകത്തിന്റെ ആത്മാവാണ്. ഈ ലോകത്തിന്റെ ദേവനാണ് നിങ്ങളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നത്. സത്യത്തെ, ക്രിസ്തുവിന്റെ തേജസ്സിന്റെ സുവിശേഷം ശോഭിക്കാതിരിക്കാൻ വേണ്ടി ഇന്ന് ഈ വെളിച്ചദൂതന്റെ വേഷം കെട്ടിയിരിക്കുന്ന പെന്തക്കോസ്റ്റൽ ബ്രദറൻ, ബാപ്റ്റിസ്റ്റ് തുടങ്ങിയുള്ള വേർപാട് സഭകളിൽ ഉള്ള വ്യക്തികളിൽ വ്യാപരിക്കുന്ന അന്തരീക്ഷ ശക്തികളുടെ ആത്മാവാണ് ഈ സത്യത്തെ കോട്ടിമാട്ടി മറച്ചു കളഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പള്ളിയിൽ പോവുകയും നിങ്ങളുടെ ദശാംശവും നിങ്ങളുടെ ഓഫറിംഗ് നിങ്ങൾ അവർക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ശരിയായ മാർഗത്തിലാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങൾ ബറോവായിലെ വിശ്വാസികളെ പോലെ നിങ്ങളുടെ പള്ളികളിൽ കേൾക്കുന്ന വാക്യങ്ങൾ, നിങ്ങളുടെ പാസ്റ്റർമാർ പറയുന്ന കാര്യങ്ങൾ തൊള്ള തൊടാതെ വിഴുങ്ങി മടങ്ങിപ്പോകാതെ അവ ദിനംതോറും പരിശോധിക്കുകയും ഇത് എന്തുകൊണ്ട് ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്തുകൊണ്ട് ബൈബിളിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഒരു സ്നാനം നടത്തിയതായി രേഖയില്ല, നടത്താൻ കൽപ്പിച്ചതായി രേഖയില്ല, നടത്തിയതായി തെളിവില്ല, ആരെങ്കിലും ഏറ്റതായി തെളിവില്ല, എന്നാൽ എന്തുകൊണ്ട് തെളിവുള്ള ഈ കാര്യത്തെ നാം നിഷേധിക്കുന്നു എന്ന് വ്യക്തമായ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് നിങ്ങൾ ചോദിച്ച് അവരുടെ കള്ളത്തരം പുറത്തു കൊണ്ടുവരണം. നിങ്ങൾക്ക് രക്ഷയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ ഈ സത്യത്തെ പിൻപറ്റുകയും JCNDSDയുടെയും അതുപോലെ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾ അംഗമായി ചേർന്ന് സത്യസുവിശേഷം കേൾക്കുക മാത്രമല്ല അതിനെ പിൻപറ്റുകയും അനുസരിക്കുകയും ഏറ്റെടുക്കുകയും നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നൽകപ്പെട്ട, ആകാശത്തിന് കീഴെ രക്ഷയ്ക്കായി നൽകപ്പെട്ട യേശുക്രിസ്തു എന്ന ഏകനാമത്തെ സ്വീകരിച്ചുകൊണ്ട് ഹല്ലേലൂയ രക്ഷയുടെ സന്തോഷത്തിലേക്ക് വരണമെന്നും ആവശ്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലതും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യണം എന്ന് എഴുതിയിരിക്കുന്നു. ഗലാത്യലേഖനം 3:27 നാം ഇങ്ങനെ വായിക്കുന്നു, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും യേശുക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 6:3 പറയുന്നു, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ വേണ്ടിയാണ് സ്നാനമേറ്റതെന്ന്. അപ്പോൾ നിങ്ങൾ യേശുക്രിസ്തുവിനോട് മരിക്കുകയും അടക്കപ്പെടുകയും പുനരുദ്ധാനം ചെയ്യപ്പെടുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് യേശുക്രിസ്തുവുമായി ബന്ധമില്ല. നിങ്ങൾക്ക് വേണ്ടി മരിച്ചത് പിതാവല്ല, കാരണം പിതാവിന് മരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് വേണ്ടി മരിച്ചത് പരിശുദ്ധാത്മാവല്ല, പരിശുദ്ധാത്മാവിന് മരിക്കാൻ കഴിയില്ല. അത് പിതാവിൻ്റെ സൃഷ്ടിക്കുന്ന ആത്മാവാണ്. ആ ആത്മാവാണ് യേശുക്രിസ്തുവിൽ വസിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ജഡത്തിൽ കഷ്ടം സഹിച്ച് മരിച്ചവന്റെ നാമത്തിലാണ് നിങ്ങളുടെ പാപങ്ങളുടെ മോചനം ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ചേരേണ്ടത്, നിങ്ങൾക്ക് ഐക്യപ്പെടേണ്ടത് യേശുക്രിസ്തുവിന്റെ മരണത്തിലായതുകൊണ്ട് നിങ്ങൾ യേശുക്രിസ്തുവിനോട് മരിക്കുകയും പാപസംബന്ധമായി നിങ്ങളുടെ പാപങ്ങൾ യേശുക്രിസ്തുവിനോട് ഏറ്റുപറഞ്ഞ് അവനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവും കർത്താവും ദൈവവും പിതാവുമായി സ്വീകരിക്കുകയും അവനൊരുക്കിയ രക്ഷയിൽ പങ്കാളിയായി തീരേണ്ടതിന് നിങ്ങളുടെ പാപം സംബന്ധിച്ച് നിങ്ങൾ അവനോടുകൂടെ മരിക്കുകയും നിങ്ങളുടെ മരണപ്പെട്ട ജഡം സംബന്ധിച്ച് നിങ്ങൾ വെള്ളത്തിൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെടുകയും നിങ്ങളുടെ പുതിയ ജീവന്റെ അടിസ്ഥാനത്തിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തിനായി വെള്ളത്തിൽ സ്നാനമേറ്റ് കരയ്ക്ക് കയറി പുതിയ ജീവന്റെ പുതുക്കത്തിൽ നിങ്ങൾ വചനത്തിന് അധിഷ്ഠിതമായ ഒരു ജീവൻ നയിച്ചുകൊണ്ട് അവൻ്റെ നാമത്തെ ഉയർത്തണം എന്നാണ് ഞങ്ങൾ പറയുവാനുള്ളത്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമം നിന്നയുടെ നാമമല്ല, അത് പരിഹാസത്തിന്റെ നാമമല്ല. അത് പരിഹാസ നാമമാക്കിയത് യെരുസലേമിലെ നമുക്ക് അറിയാം, യെരുസലേമിലുണ്ടായിരുന്ന അന്നത്തെ യഹൂദ മത അനുസാരികളാണ്. അവർക്ക് ഈ നാമം കലിപ്പായിരുന്നു. അതുകൊണ്ടാണ് പത്രോസിനോട് പറഞ്ഞത്, നിങ്ങൾ ഈ നാമത്തിൽ ഇനി അശേഷം മിണ്ടിപ്പോകരുതെന്ന്. ഇന്ന് ആ സ്ഥാനം ഇന്നത്തെ പെന്തക്കോസ്തുകാർ ഏറ്റെടുത്തു. ഇന്ന് യേശുക്രിസ്തുവിന്റെ നാമം പഠിപ്പിക്കുകയും അത് ആചരിക്കുകയും അതിൽ വിശ്വസിക്കുകയും അത് അഭിമാനമായി കാണുകയും ചെയ്യുന്ന യഥാർത്ഥ സത്യക്രിസ്ത്യാനികളെ അവർ ഇന്ന് കളിയാക്കുന്നത് ഞങ്ങൾ ദൈവമക്കളാണ് എന്ന് 40 വട്ടം വിളിച്ചു പറയുന്ന, എന്നാൽ വായി തോന്നിയ ദൈവത്തിൻ്റെ ആത്മാവ് കൊടുക്കാത്ത, സ്വന്തമായി കൽപ്പിച്ചുണ്ടാക്കിയ അന്യഭാഷ എന്ന് പറയുന്ന അരോചക ജൽപ്പനങ്ങളെ പാട്ടിൻ്റെ രൂപത്തിലും ഗദ്യരൂപത്തിലും പദ്യരൂപത്തിലും ഉരുവിട്ടുകൊണ്ട് ജനത്തിന് മുമ്പിൽ കോമാളിയായി തീരുന്ന ഇത്തരം ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ച് ഒഴിയണമെന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ നാമം യഹോവ രക്ഷിക്കുവാൻ എടുത്ത നാമമാണ്. യേശുവ എന്നുള്ള നാമത്തെ സംബന്ധിച്ച് ഒരു വാക്യം കൂടി ഞാൻ വായിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. യെശയ്യാവ് 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. യെശയ്യാവ് 12:2. ഇതാ ദൈവം എൻ്റെ രക്ഷ, യഹോവയായ യാഹ് എൻ്റെ ബലവും എൻ്റെ ഗീതവുമായിരിക്കൊണ്ട് അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കുന്നതുകൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. അപ്പൊ യഹോവയായ യാഹ് രക്ഷകനായി തീർന്നതാണ് യേശുക്രിസ്തു എന്ന് അവിടെ വ്യക്തമായി പറയുന്നു. സങ്കീർത്തനം 68:4 വരുമ്പോൾ ഇങ്ങനെ നാം വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
യാഹെന്നാകുന്നു അവൻ്റെ നാമം. ഇവിടെ വായിച്ചു കേട്ടോ, 68:4 മുതൽ. ദൈവത്തിന് പാടുവിൻ, അവൻ്റെ നാമത്തിന് സ്തുതി പാടുവിൻ, മരുഭൂമിയിൽ കൂടി വാഹനമേറി വരുന്നവന് വഴി നിരത്തുവിൻ. ആരാണ് മരുഭൂമിയിലൂടെ കയറി വാഹനമേറി വന്നത്? ആരാണ് മരുഭൂമിയിലൂടെ വാഹനമേറി വരുമെന്ന് യോഹന്നാൻ പ്രവചിച്ചത്? യോഹന്നാൻ പ്രവചിച്ചതുപോലെ മരുഭൂമിയിലേക്ക് കൂടെ വാഹനമേറി വരുന്നവൻ യഹോവയാകുന്നു എന്നവൻ പ്രസ്താവിച്ചുവെങ്കിലും തൻ്റെ തൊട്ടു പിന്നാലെ മരുഭൂമിയിൽ കൂടി വാഹനമേറി വന്നപ്പോൾ അവനെ പരിചയപ്പെടുത്തിക്കൊണ്ട്, ഇതാ ഇസ്രായേലിൻ്റെ രക്ഷിതാവ്, ഇതാണ് ഇസ്രായേൽ അറുക്കപ്പെടുവാൻ പോകുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ് അവനെ പരിചയപ്പെടുത്തിയപ്പോൾ ആലളിയ അവനാണ് പഴയ നിയമത്തിൽ പ്രസ്താവിക്കപ്പെട്ട യേശുവെന്ന് വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെ അടുത്ത വാക്യം, ദൈവത്തിന് പാടുവിൻ, അവൻ്റെ നാമത്തിന് സ്തുതി പാടുവിൻ, മരുഭൂമിയിലൂടെ വാഹനമേറി വരുന്നവന് വഴി നിരത്തുവിൻ, യാഹെന്നാകുന്നു അവൻ്റെ നാമം, അവൻ്റെ മുമ്പിൽ ഉല്ലസിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പം സ്വർഗോന്നതങ്ങളിൽ ആത്മാവായി വ്യാപരിക്കുന്ന സൃഷ്ടപ്രപഞ്ചത്തിലെ നിറഞ്ഞു നിൽക്കുന്ന ആത്മാവായ ദൈവം തൻ്റെ സൃഷ്ടികളായ മനുഷ്യൻ വീണുപോയപ്പോൾ മക്കൾ ജഡത്തിലും രക്തത്തിലും വന്ന് പാപം ചെയ്തപ്പോൾ ജഡരക്തങ്ങളോട് കൂടിയവനായി ജഡത്തിൽ വെളിപ്പെട്ട് പാപത്തിൻ്റെ അധികാരിയായ പിശാചിനെ തോൽപ്പിച്ചുകൊണ്ട്, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തോൽപ്പിച്ചുകൊണ്ട് മരണത്തിന് അധീനരായ മനുഷ്യരെ വിടുവിക്കുവാൻ മനുഷ്യൻ്റെ ബന്ധുക്കാരനായി സൃഷ്ടിതാവായ ദൈവം പഴയ നിയമത്തിലെ വീണ്ടെടുപ്പ് പ്രമാണത്തെ നിവർത്തിച്ചുകൊണ്ട് കിൻസ്മാൻ റെഡീമറായി, രക്തബന്ധുവായി, വീണ്ടെടുപ്പുകാരനായി മനുഷ്യനെ വീണ്ടെടുക്കുവാൻ രക്തം ചിന്തിയിട്ടല്ലാതെ പാപമോചനമില്ലെന്ന് പഠിപ്പിച്ച ദൈവം രക്തം ചിന്തേണ്ടതിന് സ്വയം ഒരു ശരീരമെടുത്തു വന്നു. ആ ശരീരത്തിൽ അവൻ നമുക്കായി കഷ്ടം സഹിച്ചു മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ ഉയർക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു, ജാതികളുടെ പ്രസംഗിക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്ന 1 തിമോത്തി 3:16 പ്രകാരം അവൻ ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ്. മക്കൾ ജഡത്തിലും രക്തത്തിലും വന്നപ്പോൾ ജഡരക്തങ്ങളോട് കൂടിയവനായി നമുക്ക് വേണ്ടി മരണം വരിക്കേണ്ടതിന് ജഡത്തിൽ വെളിപ്പെട്ട യഹോവ സ്വീകരിച്ച നാമമാണ്. യഹോവ രക്ഷിതാവായി സ്വീകരിച്ച നാമമാണ്. രക്ഷകനായതാവായി വരുമ്പോൾ സ്വീകരിക്കുന്ന നാമമാണ് യേശുവ അല്ലെങ്കിൽ യേശു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഈ വചനങ്ങൾ അങ്ങനെ തന്നെയെന്ന് ദിനംതോറും ബൈബിൾ പരിശോധിക്കുകയും ഈ കൂട്ടായ്മയിൽ നിങ്ങൾ നിരന്തരം വചനം കേൾക്കേണ്ടതിന് സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും നിങ്ങൾക്കും ഈ സുവിശേഷ ഘോഷണത്തിൽ പങ്കാളികളായി തീരുവാൻ ഒരവസരം ദൈവം തരുമാറാകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. സമയം വേർതിരിച്ചെന്ന കർത്താവിൻ്റെ ദാസന്മാർക്ക് എൻ്റെ നന്ദിയും സ്നേഹവും ആദരവും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കർത്താവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ.